ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഉയർത്തെഴുന്നേറ്റ് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്നേഹത്തോടെ വിനയത്തോടെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 15 മെയ് 2026, ഈ മാസത്തിലെ 15-ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 1-ാമത്തെ ദിവസം. ഈ വർഷത്തിലെ 135-ാമത്തെ ദിവസമാണ് ഇന്ന്. 506-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ്? മരണത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതായത്, എന്താണ് മരണത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ? നമ്മുടെ ഇടയിൽ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. അവരുടെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. മരണത്തെപ്പറ്റി പലർക്കും പലവിധ കാഴ്ചപ്പാടും വ്യത്യസ്ത സമീപനവുമാണ് ഉള്ളത്. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായി ലൂക്കോസ് എവൻഗേലിയോസ്താ പറയുന്നുണ്ട്. സുബോധത്തോടെ ആത്മാവിനെ രക്ഷകന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വാങ്ങിപ്പോകുന്നവർ ഭാഗ്യവാന്മാരാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരിക്കുന്ന അവസ്ഥയാണിത്. എന്നാൽ തീരാ ദുഃഖത്തിലും രോഗത്തിലും കഷ്ടത്തിലും കഴിയുന്ന ചിലർ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിലപിക്കാറുണ്ട്. കർത്താവേ, എന്തുകൊണ്ട് എന്നെ അങ്ങ് വിളിക്കുന്നില്ല എന്ന് നിരാശയിൽ ചോദിക്കാറുമുണ്ട്. അതിന് മറുപടി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 33 പറഞ്ഞിരിക്കുന്നത് ഓർക്കുക. അത് ദൈവവചനമാണ്. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ ഉറപ്പിക്കുന്നത് അനേകം കഷ്ടതകളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന ഉപദേശം നൽകിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വില അനുസരിച്ചാണ് ജനങ്ങൾ പരേതർക്ക് സ്ഥാനം നൽകുന്നത്. രാജാവ് ആണെങ്കിൽ നാട് നീങ്ങി എന്ന് പറയുമ്പോൾ ദേവദാസൻ കർത്തൃ സന്നിധിയിലേക്ക്, വിശ്വാസി തൻ്റെ പ്രിയം വെച്ച കർത്താവിലേക്ക്, കർത്തൃദാസൻ നിത്യത പൂകി, പൗരൻ മരിച്ചു, നേതാവ് വിടവാങ്ങി, മന്ത്രി ചരമമടഞ്ഞു, മുഖ്യമന്ത്രി ദിവംഗതനായി, പ്രധാനമന്ത്രി യാത്രയായി എന്നിങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ സ്ഥാനത്തെക്കുറിച്ച് എടുത്തു പറയുന്നത്. എന്താണ് നല്ല മരണം? ഏതാണ് നല്ല മരണം? ആർക്ക് പറയുവാൻ സാധിക്കും? നീതിമാന്മാരല്ലാത്തവരും ദുഷ്ടന്മാരല്ലാത്തവരുമായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മരണം ജീവിതത്തെ അർത്ഥശൂന്യമാക്കുന്നു എന്ന കാഴ്ചപ്പാടുള്ളവരാണ് ഈ കൂട്ടർ. അവർ ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സ്നേഹവാനായ ദൈവമുണ്ടെങ്കിൽ എന്തിന് രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നൽകുന്നു? ഇവർ തനി ഭൗതികവാദികളാണ്. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഇവർ ഫോഷന്മാരാണ്. മനസാന്തര ജീവിതത്തെ പറ്റി ഇവർ ഒട്ടും ബോധവാന്മാരല്ല. വേറൊരു വിഭാഗം പൈശാചിക കൂട്ടാളികളാണ്. ഇവർ സർവ തിന്മകളും പ്രവൃത്തികളും സാത്താന്റെ അടിമ നുഖത്തിൽ കഴിയുന്നവരുമാണ്. സമൂഹത്തെ കൊള്ളയടിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, ഭീകരത സൃഷ്ടിക്കുക ഇത്യാദി തട്ടിപ്പും വഞ്ചനയും ജീവിതചര്യയാക്കി ഇവർ ജീവിക്കുന്നു. ഇക്കൂട്ടർ പശ്ചാത്താപത്തോടെ മരിക്കുന്നവരായിരിക്കില്ല. പക്ഷേ ഈ വിധമുള്ള പാപികളെ രക്ഷിപ്പാനാണ് യേശു ജാതനായത്. പാപത്തെ അവൻ വെറുക്കുന്നു, എന്നാൽ പാപികളെ അവൻ സ്നേഹിക്കുന്നു. പ്രസിദ്ധരായ ചിലരുടെ ജീവിതവും അനുബന്ധമായുണ്ടായ സംഭവങ്ങളും നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നവയാണ്. ദൈവനിഷേധിയും അവിശ്വാസിയും ആയിരുന്ന ഷോപ്പൻഹോവർ മരണവേദനയിൽ പരവശനായി ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവനും ദൈവത്തിനെതിരായി നിന്ന താങ്കൾ ഇപ്പോൾ എന്തിന് ദൈവത്തെ വിളിക്കുന്നു എന്ന് അടുത്തുനിന്ന് ശുശ്രൂഷകർ ചോദിച്ചു. ഞാൻ വായിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമായ തത്വചിന്തകൾക്കൊന്നും ഇപ്പോൾ എനിക്ക് ആശ്വാസം തരുവാൻ സാധിക്കുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു എന്ന് ആ വ്യക്തി ഉത്തരം പറഞ്ഞു. ജർമ്മൻ ദാർശനികനായ നിഷേ
റഷ്യയിലാണ് ജനിച്ചത്. ബോൺ സർവകലാശാലയിൽ പഠിച്ചു. കാലക്രമത്തിൽ ദൈവവിരോധിയായി, ദൈവ നിഷേധിയുമായി, കടുത്ത യുക്തിവാദിയായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ കൂടി ദൈവം മരിച്ചു എന്ന് വിളംബരം ഇറക്കി. ദൈവം ഇല്ല എന്നാണ് നിഷേധികൾ സാധാരണ പറയുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷം നിഷയുടെ മാനസിക നില തെറ്റി. ഒരു ഭ്രാന്താലയത്തിൽ അടയ്ക്കപ്പെട്ടു. മരണത്തോട് അടുത്തപ്പോൾ ദി ക്രൂസിഫൈഡ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞ് വിലപിക്കുമായിരുന്നു. പ്രത്യാശയില്ലാതെ 1900 അദ്ദേഹം മരണമടഞ്ഞു. എന്തായാലും മരണത്തിനായി എല്ലാ മനുഷ്യരും ഒരുങ്ങേണ്ടവരാണ്. ജനനം മുതൽ മരണത്തിലേക്ക് നാം യാത്ര ചെയ്യുകയാണ്. ഈ മരണം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ അത് നമ്മെ വിഴുങ്ങുവാനും ശ്രമിച്ചെന്നിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ അവസരത്തിനായി കാത്തിരിക്കുകയാകാം. എന്നാൽ മരണം ആസ്വദിക്കുന്ന ആത്മീയ തലത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. ചില വചന ഭാഗങ്ങൾ പ്രത്യാശ നിർഭരമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക: യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. എല്ലാം ക്ഷണികമായതിനാൽ രാവിലെ മുളച്ചു വരുന്ന പുലുപോലെയാകുന്നു, വൈകുന്നേരം അത് വാടിപ്പോകുന്നു. നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 മാത്രം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരും, പറന്നു പോവുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി പ്രത്യാശയോടെ കടന്നു പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവവിശ്വാസി ആയിരിക്കണം, ദൈവത്തോട് ഒപ്പം നടക്കുന്നവനായിരിക്കണം. ആ ഹാനോക്കിനെ നോക്കുക. അവൻ ദൈവത്തോട് ഒപ്പം നടന്നവനായതിനാൽ അവൻ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടു എന്ന് നാം ഓരോരുത്തരും അവനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പൂർവികർ, വിശ്വാസികളായിരുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായി നമുക്ക് ഓരോ സാക്ഷ്യത്തിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വേദപുസ്തകം നാം മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, നാം ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് മരണത്തെ പറ്റി പിന്നീട് വ്യാകുലപ്പെടേണ്ടതില്ല. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ദൈവത്തിനുള്ളവനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒസ്താത്യോസ് തിരുമേനി എഴുതിയ ഒരു പാട്ടുണ്ട്. അതിൽ പ്രകാരം പറയുന്നു: ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ഈ പാട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉരുവിട്ട് നടക്കുന്നുവെങ്കിൽ, വാട്ട് എവർ വി തിങ്ക് ആൻഡ് ഫീൽ ഈസ് ക്രിയേറ്റിംഗ് അവർ ഫ്യൂച്ചർ എന്ന ആ തത്വചിന്തയിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഇത് നമ്മളെ സഹായിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.